എങ്ങനെയായിരുന്നു തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലേക്ക് തുടക്കം? തൃശ്ശൂർ കോഴിക്കോടല്ലായിരുന്നോ? ഞാൻ ആദ്യം ഒന്നാമത് തൃശ്ശൂരേക്കായിരുന്നു ആദ്യം തുടക്കം. നമ്മുടെ കൂട്ടുകാരൻ ബസ് മേടിച്ചപ്പോൾ നമ്മൾ ബസ് മേടിച്ചപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ ബസ്സിൽ കണ്ടക്ടറായി നമുക്ക് കയറിയത്. അതിനുശേഷം നമ്മുടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോഴിക്കോട്ടേക്ക് നമ്മളൊരു പോളേണ്ട വണ്ടി എന്ന് പറയും. മറക്കാനാത്തൊരു വണ്ടിയാണ് പോളേണ്ട. അത് പോളേണ്ട ഒരു വണ്ടി, പുതിയ വണ്ടി ഇറക്കിയപ്പോൾ ഞാൻ അതിൽ കണ്ടക്ടറായി പോയി. അങ്ങനെയാണ് കോഴിക്കോട് തുടങ്ങുന്നത്. എത്ര വർഷമായിട്ട് ഈ റൂട്ടിലുണ്ട്? ഞാൻ 1994 ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ കണ്ടക്ടറായി കയറുന്നത്. അത് തൃശ്ശൂർ കോഴിക്കോടായിരുന്നു അല്ലെങ്കിൽ വേറെ റൂട്ടായിരുന്നോ? ആദ്യം ഞാൻ ഇവിടെ കുന്നോളം തൃശ്ശൂര്, കുറ്റിപ്പുറം തൃശ്ശൂരേക്കായിരുന്നു. പിന്നെയാണ് കോഴിക്കോട്ടേക്ക് മാറിയത്. ഞാൻ പോവാത്ത വഴികളില്ല, എല്ലാ വഴികളിലും ഞാൻ പോയിട്ടില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും കൂടുതൽ ചാർജ് എടുത്തുള്ള റൂട്ടിലാ തൃശ്ശൂർ കോഴിക്കോട് അല്ലേ? ഏതൊക്കെ റൂട്ടിലായിരുന്നു നേരത്തെ പോയിരുന്നത്? ഞാൻ കാസർഗോഡ്, ഗുരുവായൂർ, പിന്നെ എറണാകുളം, മാനന്തവാടി, എംഎംഡി. അതിപ്പോ ഓടുന്നില്ല അല്ലേ? അത് നിർത്താൻ കാരണം എന്തായിരുന്നു? നിർത്താൻ കാരണം എനിക്കറിയില്ല. എംഎംഡി, പിന്നെ പാലപ്പള്ളി കണ്ണൂര്, പിന്നെ പല വണ്ടിയുണ്ട്. പിന്നെ പാലക്കാട്, ഗുരുവായൂർ, പിന്നെ പല വഴി ഞാൻ പോയിട്ടുണ്ട്. തൃശ്ശൂർ, തലശ്ശേരി, തൃശ്ശൂർ, പയ്യന്നൂര്, അതൊക്കെ പറഞ്ഞ കാര്യമില്ല. ഈ 140 കിലോമീറ്ററിന്റെ പെർമിറ്റ് വിഷയത്തില് നമ്മൾ ഒരുപാട് ബസ്സുകൾ നിന്ന് പോയിട്ടുണ്ട്. ശരിക്കും അത് പണിക്കാരെ ഒരുപാട് ബാധിച്ചില്ലേ? ബാധിച്ചില്ലേ? കാരണം നമുക്കിപ്പോഴും പണിയില്ലാണ്ട് വരികയാണ്. നമുക്കിപ്പോഴും പണിയില്ല, നമുക്കിപ്പോ പണിക്ക് ഭയം ടൈറ്റാണ്. അങ്ങനെ സംഭവമുണ്ട്. അതിപ്പോ ഇനിയിപ്പോ 160 കൊടുക്കുന്നു വിചാരിക്കുന്നുണ്ട്. കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കാം. അങ്ങനെ പോകുന്ന കാര്യങ്ങള് ഇപ്പൊ വേറെ മേഖലയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ 160 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമുക്ക് മറക്കാനാവാത്തൊരു സംഭവമായിരുന്നല്ലോ. അങ്ങനെ കാര്യങ്ങൾ. തൃശ്ശൂർ കോഴിക്കോട് പ്രമുഖരായിട്ടുള്ള ആദ്യത്തെ ഗ്രൂപ്പ് ഏതായിരുന്നു? ആദ്യത്തെ ഗ്രൂപ്പ് നമ്മളൊക്കെ വരുന്ന പ്രമോദിന്റെ ഗ്രൂപ്പായിരുന്നു. അതിനുശേഷം പിന്നെ പല അന്നൊന്നും കണ്ടമാനം വണ്ടിയുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. പ്രമോദൻ മാത്രമായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ അണ്ണന്മാര് വന്നു, താമര, പിന്നെ സ്വീറ്റി, മുത്തുലക്ഷ്മി, അതൊക്കെ അതൊക്കെ വീണ്ടും അത് പോയി, അതൊക്കെ വിട്ടറിഞ്ഞ് പോയി. ഇപ്പോ ശേഷം ശാസ്ത, അതിനുശേഷം ഇപ്പോൾ എന്താ പറയാ പാരഡൈസിന് 10-25 വണ്ടിയാണ്. പിന്നെ അതിനൊപ്പം തന്നെ ഇപ്പോൾ വളർന്നുകൊണ്ട് വരുന്ന അതിബൻ ടീമുണ്ട്. ഇപ്പോൾ അതിബനിലും കുഴപ്പമില്ല, അവര് വണ്ടി എടുത്ത് കൂട്ടുണ്ട്. പാരഡൈസും വണ്ടി എടുത്ത് കൂട്ടുണ്ട്. പണിക്കാർക്ക് വേണ്ടാവട്ടെ. ഈ 140 കിലോമീറ്റർ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടികളൊക്കെ തിരിച്ചു വരാൻ സാധ്യത കാണുന്നുണ്ടോ? ദീർഘദൂര സർവീസുകൾ എന്തായാലും ഒരു 90% വണ്ടികൾ ഇറങ്ങേണ്ടതാണല്ലേ? തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. 90% വണ്ടികൾ ഇറങ്ങേണ്ടതാണ്. അത് ശരി. കുറെ വണ്ടിക്കാരൊക്കെ അത് ഇനി എന്താ ചെയ്യുന്നറിയില്ല. തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലെ പ്രമുഖ ഗ്രൂപ്പുകളായിരുന്നല്ലോ വിനായകൻ, താമരായി. ഈ രണ്ട് ഗ്രൂപ്പിന് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? വിനായകൻ ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഈ താമര സാധ്യത എനിക്ക് കുറവാണ്, വളരെ കുറവാണ്. ഈ 32 വർഷത്തെ കരിയറിനിടയിൽ അപകടങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അപകടങ്ങൾ ഉണ്ടായിട്ട് വലിയ അപകടം എന്ന് പറഞ്ഞത് 2000 കാളച്ചാല് വെച്ചിട്ടൊരു അപകടം. KTJ 2100 എന്ന് പറഞ്ഞ വണ്ടി കാളച്ചാല് വളവില് ഒരു 3 മറിച്ച് മറിഞ്ഞ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടില്ലേ? 3 മറിച്ചിൽ മറിഞ്ഞ ശേഷം വണ്ടി ഒരു എന്താ പറയാ, നമ്മുടെ കുളത്തിലേക്ക് മറിഞ്ഞിട്ട് വീണില്ല, മറിയാൻ വേണ്ടി നിന്നു. അങ്ങനെ സംഭവം ഉണ്ടായി. അതിന് കുറെ ആൾക്കാർക്ക് ആക്സിഡന്റ് പറ്റി. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങള്. പിന്നെ നേരത്തെ ഒരു ആക്സിഡന്റ് ആയിട്ട് ഞാൻ ഗ്ലാസിന്റെ പുറത്തുകൂടെ പോയി. അത് ഇവിടെ കാഞ്ഞിട്ട് വെച്ചിട്ട് അങ്ങനെ കുറെ ആക്സിഡന്റ് പറ്റി. പിന്നെ വണ്ടി കയറുമ്പോ വണ്ടി വഴിക്കിട്ട് അങ്ങനെ അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ കളർ കോഡ് വിഷയത്തിൽ എന്താ പറയാനുള്ളത്? സംസ്ഥാനത്ത് നമ്മൾ ബസ്സുകൾക്ക് ഏകീകൃതം ഇറങ്ങണമെന്നല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നേരത്തെ ഉണ്ടായിരുന്ന കളർഫുള്ളായ ബസ്സുകളുടെ സ്വർണ്ണ കാലഘട്ടം അവസാനിച്ചെന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ കളർ കോഡ് എനിക്കൊരു താല്പര്യമില്ല. പഴയ വണ്ടികൾ നല്ല കളർ കോഡ് നല്ല കാണാൻ നല്ല രസമുള്ള വണ്ടികളായിരുന്നു. ഈ കളർ കോഡ് എന്ന് പറയുന്നത് ബസ്സുകൾക്ക് മാത്രം കളർ കോഡുണ്ട്. ഈ
ഗവൺമെന്റ് കോളേജിലത്തെ പിള്ളേർക്ക് അവർക്ക് കണക്കോടില്ല. കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് കണക്കോടില്ല. ഈ ബസ്സിനാണ് കണക്കോടുള്ളത്. അവർ ആദ്യം ചെയ്യേണ്ടത് ഗവൺമെന്റ് കോളേജിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യം കണക്കോടുണ്ടാക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ബസ്സുകളുടെ കളർ കോഡ് ശരിക്ക് നമ്മളെ യാത്രയെ ബാധിച്ചിട്ടുണ്ടോ? ഈ കളർ യാത്രക്കാർക്ക് ചിലർക്ക് പറയുന്നുണ്ട് അത് വണ്ടികൾ മനസ്സിലാക്കാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. കളർ കോഡ് ഇപ്പൊ ഉണ്ടായ ശരിക്കും വേറൊരു കാര്യം പറഞ്ഞു. അത് നമുക്ക് വണ്ടി വരുമ്പോ അറിയാം ഈ വണ്ടിയാണെന്നുള്ളത്. ഈ കളർ കോഡ് വണ്ടി വന്നിട്ട് വണ്ടി തട്ടിയിട്ട് പോയി സ്കൂട്ടറിന് തട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അത് ഏതോ വണ്ടിയിൽ മനസ്സിലാകുന്നില്ല. എല്ലാം ചോപ്പും അതിന്റെ മുകളിൽ വെള്ളവരെയാണല്ലോ, അല്ലെങ്കിൽ നീല ഇതിന്റെ മുകളിൽ വരാണ്. ഒരു വണ്ടി തട്ടിയിട്ട് പോയി അതിന്റെ ബാഗിൽ വന്ന വണ്ടി ഏതാണെന്നുള്ളത് നമുക്കറിയാം. മറ്റേ നമുക്ക് പച്ച ചോപ്പൊക്കെ കണ്ടാൽ അറിയാമായിരുന്നു. അങ്ങനെ സംഭവമുണ്ട്. 32 വർഷത്തിനിടയിൽ സുവർണ കാലഘട്ടമായിരുന്നല്ലോ ഈ ബസ്സിൻ്റെ പ്രൈവറ്റ് ബസ്സിൻ്റെ സുവർണ കാലഘട്ടം. അത് അവസാനിച്ചെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് വണ്ടിക്ക് ഒരു 96 മുതൽ ഒരു 2015 വരെയുള്ള കാലഘട്ടമാണ്. സുവർണ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടമായിരുന്നു സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനിയുള്ള കാലം അങ്ങോട്ട് പഴയ സുവർണ കാലഘട്ടം തിരിച്ചു കിട്ടും അല്ലെങ്കിൽ അവസാനിക്കാൻ പോവുകയാണ്? അങ്ങനെയാണ് താങ്കളുടെ ഒരു മുന്നറിയിപ്പ് പ്രകാരം? ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് കണ്ടമാനം ആളുകള് ഈ സ്കൂട്ടറും കാറും പഠിച്ചു. അപ്പൊ ഈ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ പോക്കറ്റ് വഴിയിലേക്ക് പോകുന്ന ആൾക്കാർ കംപ്ലീറ്റ് സ്കൂട്ടർ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ പോക്കറ്റ് വഴിക്കുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ 8 മണിക്ക് ശേഷം പോക്കറ്റ് വഴിക്കുള്ള വണ്ടിക്കാരില്ല, ബസ്സിൽ പോകുന്നില്ല, ബസ്സും ഓടുന്നില്ല. 8 മണിക്ക് ശേഷം പോക്കറ്റ് വഴിക്കുള്ള ബസ്സുകാർ ഓടുന്നില്ല. എന്താ കാരണം പറഞ്ഞാല് അവരൊക്കെ ടൂ വീലർ എടുത്തു. അങ്ങനെയാണ് എന്റെ സംഭവം. ഇനിയുള്ള കാലഘട്ടം സ്വകാര്യ ബസ് വ്യവസായം വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ, അല്ലെങ്കിൽ തകർച്ചയിലേക്ക് തന്നെ പോകുന്നത്? വിജയിക്കാന്ന് പറഞ്ഞാല് ഈ ട്രാൻസ്പോർട്ടിന്റെ അതിയായ ഒരു സംഭവമുണ്ട്. അപ്പൊ ട്രാൻസ്പോർട്ട് എന്താ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള പോരാളിമാര് നോക്കാം. നമുക്ക് നോക്കാം. 140 കിലോമീറ്റർ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബസ്സുകൾ വരുന്നൊക്കെ എന്നാണ് താങ്കളുടെ പ്രതീക്ഷ? അതെ, 90% പ്രതീക്ഷയുണ്ട്. പിന്നെ താങ്കൾ സ്വന്തമായിട്ടൊരു ബസ് ഉണ്ടായിരുന്നല്ലോ, താങ്കൾ ബസ്സിൻ്റെ ഒരു ഓണറായിരുന്നല്ലോ, പിന്നെ എന്തായിരുന്നു കൊടുക്കാൻ കാരണം ബസ്? കാരണം നമുക്ക് അതിന്റെ എന്താ പറയുക ടാക്സും ഇൻഷുറൻസും ഒന്നും അതിനുള്ള കാശ് ആവുന്നില്ല. ലോക്കൽ വണ്ടിയായിരുന്നു. ലോക്കൽ വണ്ടി ഏത് റൂട്ടായിരുന്നു? നമ്മുടെ വീടിന്റെ കൂടെ പഴഞ്ഞി കുന്നംകുളം തൃശ്ശൂർ ഇവിടെ എന്താ പറയാ കല്ലുമ്പുറ കടവിലൂടെ. ശരി, ലോക്കൽ റൂട്ടായിരുന്നു. ആ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബാലൻസ് 1000 രൂപ കിട്ടാത്ത വണ്ടിയായിരുന്നു. അങ്ങനെ വണ്ടി നിർത്തേണ്ടി വന്നു. അത് മാത്രല്ല ഇതിന് മുന്നിലും പിന്നിലും ഓരോ പെർമിറ്റുകൾ കൂടി. KSRTC കടന്നായിട്ടുണ്ടോ? ഞാൻ പോകുന്ന വഴിക്കുണ്ടായിരുന്നില്ല. തൃശ്ശൂർ കോഴിക്കോട് നിങ്ങൾക്ക് അറിയാം. തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലാണ് ഇപ്പൊ കടന്നേറ്റം കൂടുതൽ. ബാക്കി ഏത് സ്ഥലത്തും ഇല്ല. ശരി, ഏറ്റവും കൂടുതൽ തൃശ്ശൂർ കോഴിക്കോടാണ്. പെർമിറ്റുകൾ കിട്ടിക്കഴിഞ്ഞ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും വണ്ടി കയറുന്നതാണ് വിശ്വസിക്കുന്നത്.